Good evening, everyone. അപ്പോൾ നമ്മളുടെ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, assume that you have made a request for a web page through your web browser to a web server. Initially, the web server browser cache is empty. Further, the browser is configured to send HTTP request in non-persistent mode. The web page contains text and 5 very small images. The minimum number of TCP connection required to display the web page completely in your web browser is. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മളുടെ HTTP പ്രോട്ടോകോളിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം HTTP എന്ന് പറയുന്നത് ഏത് ലെയറിലെ പ്രോട്ടോകോൾ ആണ്? HTTP എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. അപ്പം ആപ്ലിക്കേഷൻ ലെയറിൽ വർക്ക് ചെയ്യുന്ന ഈ HTTP പ്രോട്ടോകോളിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അതായത് HTTP എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആണ്. HTTP ഈസ് എ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ. അതോടൊപ്പം തന്നെ HTTP എന്ന് പറയുന്നത് രണ്ട് മോഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, പെർസിസ്റ്റന്റ് മോഡ് ആൻഡ് നോൺ പെർസിസ്റ്റന്റ് മോഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് HTTP ഒരു നോൺ പെർസിസ്റ്റന്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ് പെർസിസ്റ്റന്റ്, എന്താണ് നോൺ പെർസിസ്റ്റന്റ് എന്ന് അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോ അതിനു വേണ്ടി തന്നെ നമ്മൾ HTTP എന്താണ് നോൺ പെർസിസ്റ്റന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ഒബ്ജക്റ്റും നമുക്ക് വെബ് സെർവറിൽ നിന്ന് കിട്ടുവാൻ വേണ്ടി ഓരോ TCP കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്നാൽ പെർസിസ്റ്റന്റ് മോഡില് അങ്ങനെയല്ല. വി ക്യാൻ കളക്ട് ഓൾ ദ കണ്ടന്റ് ഓർ ഓൾ ദ ഒബ്ജക്ട് ഫ്രം സെർവർ യൂസിങ് എ സിംഗിൾ TCP കണക്ഷൻ. സോ ഒരു സിംഗിൾ TCP കണക്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എല്ലാ ഒബ്ജക്റ്റുകളെയും സെർവറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് പെർസിസ്റ്റന്റ് കണക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോൺ പെർസിസ്റ്റന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എത്ര ടോട്ടൽ കണക്ഷൻസ് വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. 6ഉം 5ഉം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് HTTP റിക്വസ്റ്റ് ഇൻ നോൺ പെർസിസ്റ്റന്റ് മോഡ്, അല്ലെ? നോൺ പെർസിസ്റ്റന്റ് മോഡ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. At the same time, it is also mentioned that the web page contains text and 5 small images. So total number of objects എത്രയാണ്? We have a text plus 5 images. നമ്മൾ പറഞ്ഞു ടോട്ടൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 6 ഒബ്ജക്റ്റ് we have. നമ്മൾ ഓൾറെഡി പറഞ്ഞു for each object we have to create a separate TCP connection here, because here we are using non-persistent mode. So the right answer is option 6. അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ടത് HTTP is an application layer protocol. Okay, again നമുക്ക് പറയാൻ പറ്റും HTTP എന്ന് പറയുന്നത് it is in two mode, that is persistent and non-persistent mode. We can also say that HTTP is a stateless protocol. എന്താണ് stateless protocol എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് വൺസ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി, ഒരു TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഡേറ്റ സെൻഡ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, അതിന്റെ ഹിസ്റ്ററി ഒന്നും അവർ കീപ്പ് ചെയ്ത് വെക്കില്ല. അതാണ് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോൺ പെർസിസ്റ്റന്റ് മോഡാണ്. നോൺ പെർസിസ്റ്റന്റ് മോഡില് വി നീഡ് ടു ക്രിയേറ്റ് ഓർ വി നീഡ് ടു സെറ്റ് അപ്പ് each connection for each object. Okay, ഓരോ ഒബ്ജക്റ്റിനും we have to set up different connections. So ആ ഒരു കൺസെപ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ആൻസർ 6 ആയിട്ടാണ് വരുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണ് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following are example of stateful application layer protocol? Options HTTP, FTP, TCP, POP3. സ്റ്റേറ്റ്ഫുൾ പ്രോട്ടോകോൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരുന്നു HTTP എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആണെന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, TCP ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. TCP ഒരു ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ അല്ല, അല്ലെ? സോ TCP is a transport layer protocol. At the same time, it is also a stateless protocol.
ഇതൊരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ കൂടിയാണ്. ദെൻ അടുത്തത് വരുന്നത് FTP ആൻഡ് POP3 ആണ്. എഗെയിൻ നമുക്കറിയാം ഇത് രണ്ടും എന്താണ്? ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ തന്നെയാണ്. ആൻഡ് ദീസ് ടു പ്രോട്ടോകോൾ ആർ സ്റ്റേറ്റ്ഫുൾ. FTP ആൻഡ് POP3 എന്ന് പറയുന്ന ഈ രണ്ട് പ്രോട്ടോകോളും എന്താണ്? സ്റ്റേറ്റ്ഫുൾ ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. വി ക്യാൻ ട്രാൻസ്ഫർ ഓർ വി ക്യാൻ ഡൗൺലോഡ് ഓർ അപ്ലോഡ് ഫയൽ ഫ്രം സെർവർ. അതാണ് FTP. ദെൻ POP3 എന്താണ്? POP3യുടെ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വി ക്യാൻ ഡൗൺലോഡ് ദ മെയിൽ ഫ്രം ദ മെയിൽ സെർവർ അല്ലെ? മെയിലിനെ മെയിൽ സെർവറിലോട്ട് റിസീവറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ റിസീവറിന് മെയിൽ സെർവറിൽ നിന്ന് മെയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് രണ്ട് പ്രോട്ടോകോൾ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, POP3 ആൻഡ് IMAP. IMAPിനേക്കാൾ POP3 എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ഓൾഡർ വേർഷൻ. അവിടെ എന്തായിരുന്നു ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞത്? POP3 എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്കിൽ ആ മെയിൽ നമ്മുടെ മെഷീനിലോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിന്റെ കോപ്പി മെയിൽ സെർവറിൽ കീപ്പ് ചെയ്യാതെ വരികയും ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡിവൈസുകളിൽ നിന്ന് നമ്മുടെ മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്ഫുൾ ആൻഡ് സ്റ്റേറ്റ്ലെസിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Identify the correct sequence in which following packets are transmitted on the network by a host when a web browser requests a web page or from a remote server, assuming that the host just been restarted. Okay, answer C-യും D-യും പറഞ്ഞിട്ടുണ്ട്. C is the right answer. Okay, explanation ശ്രദ്ധിക്കുക. നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വി ഹാവ് ടു ട്രാൻസ്മിറ്റ് എ പാക്കറ്റ് ഫ്രം എ ഹോസ്റ്റ് സിസ്റ്റം ടു എ റിമോട്ട് സെർവർ അല്ലെ? ഒരു ഹോസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന്, സപ്പോസ് ഇതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, ഇതാണ് നമ്മുടെ സെർവർ. ഓക്കെ, ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവാം. ഓക്കെ, ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ടാവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തു, ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരു ഹോസ്റ്റ് മെഷീൻ ആണ്, നമ്മൾ എന്താ ഒബ്വിയസ്ലി ചെയ്യാറ്? ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ആ വെബ് ബ്രൗസറിൽ നമ്മൾ ഒരു ഡൊമൈൻ നെയിം കൊടുക്കും അല്ലെ? സപ്പോസ് നമുക്കൊരു ഒരു സെർവറിനെ അല്ലേ കിട്ടേണ്ടത്, അതായത് ഈ ഒരു സെർവറിനെയാണ് കിട്ടേണ്ടത്. ഈ സെർവറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പേജ് ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് www.google.com എന്ന് കൊടുത്തു. ഇങ്ങനെ ഇതൊരു ഡൊമൈൻ നെയിം ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡൊമൈൻ നെയിം. ഈ ഡൊമൈൻ നെയിം ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവർ ഏതാണെന്ന് നമ്മൾ അറിയണം. അപ്പം ഈ ഡൊമൈൻ നെയിം ആക്ച്വലി ഈ സെർവറിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ സെർവറിന് ഒരു IP അഡ്രസ് ഉണ്ട്. സപ്പോസ് ഇറ്റ് ഈസ് 192.168.100.3 എന്നാണെന്ന് വെച്ചു ഇതിന്റെ IP അഡ്രസ്. അപ്പൊ എപ്പോഴും നമുക്ക് IP അഡ്രസ് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ആണ്. സോ ഒരു സിസ്റ്റത്തിലെ ഒരു സെർവറിലെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡൊമൈൻ നെയിം അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ വെബ്സൈറ്റിന്റെ ഡൊമൈൻ നെയിം നമുക്ക് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പൊ എന്ത് ചെയ്യും? www.google.com എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഹോസ്റ്റിൽ നിന്ന് DNS സെർവറിലോട്ടാണ് റിക്വസ്റ്റ് പോകുന്നത്. സോ DNS സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? DNS സെർവർ contain a database which contain they were performing the mapping between the domain name and IP address. Okay, DNS സെർവറിനകത്ത് എന്തുണ്ടാകും? They have a table or they have a database, and in that database there contain www.google.com. okay, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ആയിട്ടുള്ള 192.168.100.3 എന്ന് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ www.google.com എന്ന് ഒരു വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ ദ റിക്വസ്റ്റ് ഈസ് ഗോസ് ടു ഡൊമൈൻ നെയിം സെർവർ. ഫ്രം ദെയർ വി ഗെറ്റ് ദ IP അഡ്രസ്. ഓക്കെ, ഈ ഒരു IP അഡ്രസ് കിട്ടുന്നു. ഓക്കെ, ആ IP അഡ്രസ്സിലോട്ട് അഗൈൻ വി ഹാവ് ടു പെർഫോം എ TCP കണക്ഷൻ ടു ദാറ്റ് IP അഡ്രസ്. നമുക്ക് IP അഡ്രസ് കിട്ടിയാലേ മെഷീൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മെഷീൻ ഐഡന്റിഫൈ ചെയ്താലേ നമുക്ക് ആ മെഷീനിലോട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഹിയർ വി ഹാവ് ടു perform the DNS query first. After that we have to perform a TCP connection, and after that we have to perform a HTTP GET request in order to get the web page.
ഫ്രം ദി സെർവർ ടു ഹോസ്റ്റ്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? ഓക്കെ, ബാക്കിയുള്ളവര് ഓക്കെ. അപ്പൊ ഞാൻ ഈ എക്സ്പ്ലനേഷൻ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിക്കുക. Fourth question, which one of the following protocol is not used to resolve one form of address to another? ഒരു ഫോം ഓഫ് അഡ്രസ്സിൽ നിന്ന് അടുത്ത, അതായത് അഡ്രസ് ടു അഡ്രസ് ട്രാൻസ്ലേഷന് വേണ്ടി യൂസ് ചെയ്യാത്ത പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ്. ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. Actually, dynamic host configuration protocol is an application layer protocol, and domain name server is again, or domain name system is again an application layer protocol. Reverse address resolution protocol is network layer protocol. Address resolution protocol is again a network layer protocol. Okay, ശ്രദ്ധിക്കുക. DNS നമ്മൾ ഇത്തിരി മുമ്പ് പഠിച്ചിരുന്നു. DNS എന്താ ചെയ്യുന്നത്? It convert the domain name to IP address. ആ ഡൊമൈൻ നെയിം ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവറിന്റെ IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യുകയാണ് DNS ചെയ്യുന്നത്. ഇനി ARP പ്രോട്ടോകോൾ എന്താ ചെയ്യുന്നത്? ARP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. എന്താണ് ARP പ്രോട്ടോകോൾ ചെയ്യുന്നത്? If we are giving the IP address as input, it will provide the MAC address of that particular machine. Okay, ARP is a address resolution protocol. For that protocol, if we are giving the IP address as input, then it will provide the MAC address of the corresponding machine as the output. Then here we have another protocol, that is reverse address resolution protocol. Here we are giving MAC address as the input, and it will provide the IP address as output. Okay, then what is DHCP? DHCP is dynamic host configuration protocol. Dynamic host configuration protocol. ഇനി എന്താണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം നെറ്റ്വർക്കിലുള്ള ഓരോ ഡിവൈസിനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യുവാൻ വി നീഡ് ആൻ അഡ്രസ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് IP അഡ്രസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ MAC അഡ്രസ്സും നമുക്ക് യൂസ് ചെയ്യാൻ, അല്ലെ? എപ്പോഴും നമ്മൾ IP അഡ്രസിനെ കുറിച്ചാണ് പറയാറ്. സോ വി ക്യാൻ അസൈൻ IP അഡ്രസ് ഓഫ് എ മെഷീൻ ഇൻ 2 മോഡ്. We can be allocate the IP address to a machine by manually or dynamically. മാനുവലി എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അവിടെ നമുക്ക് മാനുവൽ ആയിട്ട് IP അഡ്രസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് DHCP പ്രോട്ടോകോൾ, എവറി സിസ്റ്റം ഗെറ്റ് IP അഡ്രസ് ഫ്രം DHCP സെർവർ ഡൈനാമിക്കലി. അതായത് ഒരു സിസ്റ്റത്തിനെ നമ്മൾ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ അറിയാതെ തന്നെ ആ സിസ്റ്റം ഒരു DHCP ക്ലയന്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ദാറ്റ് ക്ലയന്റ് വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് DHCP സെർവർ. അതായത് സെർവർ എന്ന് പറയുമ്പോൾ നിയർ ബൈ സെർവർ അവൈലബിൾ ആയിരിക്കും, ആ സെർവറിലോട്ടായിരിക്കും ആദ്യം ആ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. വെൻ എ ഹോസ്റ്റ് മെഷീൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് DHCP സെർവർ, ദാറ്റ് ഹോസ്റ്റ് മെഷീൻ ഈസ് നോൺ ആസ് DHCP ക്ലയന്റ്. സോ DHCP ക്ലയന്റിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 0.0.0.0 ആണ്. കാരണം ഇനിഷ്യലി വി ഡോണ്ട് ഹാവ് ആൻ IP അഡ്രസ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ മെഷീൻ. നമ്മൾ എടുത്തിരിക്കുന്ന ഹോസ്റ്റിന് IP അഡ്രസ് ഇല്ല. IP അഡ്രസ് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ DHCP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ്, when we communicate with the DHCP server, at that time we are DHCP client and we have an address 0.0.0.0, and our DHCP request when received by the DHCP server, in DHCP server they have a database. It contain different IP address. അലോക്കേറ്റഡ് അല്ലാത്ത IP അഡ്രസ്സുകൾ DHCP സെർവറിൽ ഉണ്ടാകും. ആൻഡ് DHCP സെർവർ വിൽ അലോക്കേറ്റ് one among the IP address to the requested device. അപ്പം ആ റിക്വസ്റ്റഡ് ഡിവൈസിന് IP അഡ്രസ് മാത്രമല്ല കൊടുക്കുന്നത്, ഒപ്പം ഒരു അതോറിറ്റേറ്റീവ് ഫയലും കൂടെ ഈ DHCP സെർവർ കൊടുക്കും. ഈ അതോറിറ്റേറ്റീവ് ഫയലിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അതായത് ഈ ഒരു IP അഡ്രസ് ഈ ഡൈനാമിക്കലി ഈ DHCP സെർവർ മെഷീന് കൊടുത്തല്ലോ, ഒരു ഹോസ്റ്റിന് കൊടുത്തല്ലോ, അതിനൊരു പർട്ടിക്കുലർ റിലീസ് ടൈം ഉണ്ടാകും. ആ ലീസ് ടൈമും ആ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഏതാണ്, അതുപോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ DHCPയുടെ
IP അഡ്രസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ അതോറിറ്റേറ്റീവ് ഫയലിലും ഉണ്ടാകും. മാത്രമല്ല എപ്പോഴാണോ ഈ ഒരു ഡിവൈസ് നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു എവറി ഡിവൈസ് വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് നെറ്റ്വർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് DNS സെർവർ. DNS സെർവറിൽ നിന്നേ നമ്മുടെ ഡൊമൈൻ നെയിമിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് കിട്ടത്തുള്ളൂ. അപ്പൊ DNS സെർവറുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഈ DHCP സെർവർ നമുക്ക് IP അഡ്രസ് തരുന്നതിനോടൊപ്പം തന്നെ ഒരു അതോറിറ്റേറ്റീവ് ഫയൽ തരും എന്ന് പറഞ്ഞില്ലേ? ആ ഫയലിനകത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട DHCP അല്ല DNS സെർവറിന്റെ IP അഡ്രസ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ വൺസ് നമുക്ക് ഒരു IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇൻ ടു ദ നെറ്റ്വർക്ക് അല്ലെ? നമുക്ക് വി ക്യാൻ യൂസ് ദ ഇന്റർനെറ്റ്. നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമ്മൾ എപ്പോഴും ഡൊമൈൻ നെയിം ആയിരിക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് വി ഹാവ് ടു കൺവേർട്ട് ദ ഡൊമൈൻ നെയിം ഇൻ ടു IP അഡ്രസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു, ആദ്യത്തെ റിക്വസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? DNS ക്വറിയാ പോകുന്നത്. അപ്പൊ DNS ക്വറി പോകണമെങ്കിൽ വി നീഡ് എ DNS സെർവർ. ആ DNS സെർവറിന്റെ IP അഡ്രസ് അറിഞ്ഞാലല്ലേ സെർവറിലോട്ട് ക്വറി പോകുള്ളൂ. ആ IP അഡ്രസ് എവിടെ നിന്ന് കിട്ടുന്നു? ഈ IP അഡ്രസ് നമുക്ക് DHCP സെർവർ നമുക്ക് IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി അലോക്കേറ്റ് ചെയ്ത് തരുന്നതിനോടൊപ്പം അവരൊരു അതോറിറ്റേറ്റീവ് ഫയൽ തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ഫയലിൽ അവർ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിയർ ബൈ DNS സെർവറിന്റെ IP അഡ്രസ്. അപ്പം എന്താണ് DHCP സെർവർ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 5. Consider the following two statements. Destination MAC address of an ARP replay is a broadcast address. Destination MAC address of an ARP request is a broadcast address. Which one of the following choice is correct? Answer ഒന്ന് question ഒന്ന് മനസ്സിലിരുത്തി വായിച്ചു നോക്കിയിട്ട് റിപ്ലൈ ചെയ്തോളൂ. Okay, option C is the right answer. ശ്രദ്ധിക്കുക, നമ്മൾ ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ARP പ്രോട്ടോകോൾ എന്താണെന്ന് മനസ്സിലാക്കണം. Suppose we have a network like this. We have a host machine 1, another host machine 2, and another host machine 3, and here we have 4th host machine. Okay. അപ്പം ഇവിടെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് വഴി ഈ ഡിവൈസുകളെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, ഇങ്ങനെ അസ്യൂം ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ARP പ്രോട്ടോകോൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ARP പ്രോട്ടോകോൾ? ARP പ്രോട്ടോകോളിന് നമ്മൾ ഇൻപുട്ട് ആയിട്ട് IP അഡ്രസ് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ പ്രൊവൈഡ് ദ MAC അഡ്രസ് അല്ലെ? സപ്പോസ് നമുക്കറിയാം നമ്മുടെ ഡിവൈസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സോഴ്സ് IP അഡ്രസ് ഉണ്ട്, സോഴ്സ് MAC അഡ്രസ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ IP അഡ്രസ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് ഉണ്ട്. ഈ 4 കാര്യങ്ങളും കമ്പൽസറി ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഡിവൈസിനും, അതായത് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം 1ന് IP അഡ്രസ് അറിയാമായിരിക്കും, അതിന്റെ MAC അഡ്രസ് അറിയാമായിരിക്കും. ബാക്കിയുള്ള ഡിവൈസുകളുടെ കാര്യം 1 എന്ന് പറയുന്ന ഹോസ്റ്റ് മെഷീൻ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ണിൽ നിന്ന് ശ്രദ്ധിക്കുക, 1ൽ നിന്ന് 4ലോട്ട് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? 1ന്റെ സോഴ്സ് IP അഡ്രസ് വേണം, സോഴ്സ് MAC അഡ്രസ് വേണം, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ് വേണം, ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് വേണം. ഈ 4 അഡ്രസ്സുകൾ ഉണ്ടെങ്കിലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുകയുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? സപ്പോസ് നമുക്ക് മെഷീൻ 4ന്റെ IP അഡ്രസ് അറിയാമെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ MAC അഡ്രസ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഇവര് നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ARP പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഒരു ARP റിക്വസ്റ്റ് അയക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രോഡ്കാസ്റ്റ് റിക്വസ്റ്റ്. എന്താണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകൾക്കും ആ മെസ്സേജ് കിട്ടും അല്ലെ? അതാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ. സോ 1 അയക്കുന്ന റിക്വസ്റ്റ് 3ലും എത്തും, 2ലും എത്തും, 4ലും എത്തും. അപ്പം എന്താ 1 ചോദിക്കുന്നത്? 1 ഒരു ARP റിക്വസ്റ്റ് ആണ് അയക്കുന്നത്. എന്താണ് ARP റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഒരു IP അഡ്രസ് തരാം, ആ IP അഡ്രസ്സിന്റെ MAC അഡ്രസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതാണ് 1 ചോദിക്കുന്നത് അല്ലെ? 1ന് സപ്പോസ് ഒരു IP അഡ്രസ് അറിയാമായിരിക്കാം. സപ്പോസ് ഈ മെഷീൻ 4ന്റെ IP അഡ്രസ് 192.168.2.3 ആണെന്ന് വെച്ചോളൂ. അപ്പൊ 1 ചോദിക്കുകയാണ് 192.
168.2.3 MAC അഡ്രസ് എത്രയാണ്? ഇതാണ് 1 ലാസ്റ്റ് മെസ്സേജ് കിട്ടും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരുടേതായ മെഷീന്റെ മാക് അഡ്രസ്സും അവരുടേതായ മെഷീന്റെ IP അഡ്രസ് ചെക്ക് ചെയ്യും. ഈ വന്നിരിക്കുന്ന, അതായത് എനിക്ക് റിക്വസ്റ്റിൽ വന്നിരിക്കുന്ന IP അഡ്രസ് എന്റെ മെഷീന്റെ തന്നെയാണോ എന്ന് 2 ചെക്ക് ചെയ്യും. അപ്പൊ 2 മനസ്സിലാകും ഇത് എന്റെ IP അഡ്രസ് അല്ലാന്ന്. അഗെയിൻ 3 ചെക്ക് ചെയ്യും ഈ വന്നിരിക്കുന്ന IP അഡ്രസ് എന്റെ തന്നെയാണോ എന്ന്. അപ്പൊ 3 മനസ്സിലാകും ആ IP അഡ്രസ് എന്റേതല്ലാന്ന്. അഗെയിൻ 4 ചെല്ലുമ്പോൾ 4 ഇതേ IP അഡ്രസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 4 IP അഡ്രസ്സുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരുടെ മാക് അഡ്രസ് ഉണ്ടല്ലോ, ഈ മാക് അഡ്രസ് ഇവര് റിപ്ലൈ ആയിട്ട് കൊടുക്കും. പക്ഷെ ആ റിപ്ലൈ എന്ന് പറയുന്നത് ഈ 1 എന്ന് പറയുന്ന മെഷീന് ഒരു യൂണികാസ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും റിപ്ലൈ പോകുന്നത്. സോ റിപ്ലൈ ഒരിക്കലും എന്താവില്ല? ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആവില്ല. റിക്വസ്റ്റ് എന്താകും? റിക്വസ്റ്റ് ക്യാൻ ബി എ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്. സോ സ്റ്റേറ്റ്മെന്റ് S1 ഈസ് ഫോൾസ് ആൻഡ് S2 ഈസ് കറക്റ്റ്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ഇതൊന്ന് റിപ്പീറ്റ് ആയി വന്നു. എനിവേ, ക്വസ്റ്റ്യൻ നമ്പർ 6. In one of the pair of protocol given below, both the protocol can use multiple TCP connection between one of the pair of protocol given below. The protocol can use multiple TCP connection between the same client and server. Which one is that? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ചെയ്തോളൂ. Yeah, option A is the right answer. HTTP and FTP. HTTP and FTP is the right answer. So, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മൾട്ടിപ്പിൾ TCP കണക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം ക്ലയന്റിൽ നിന്ന് സെർവറിലോട്ട് മൾട്ടിപ്പിൾ TCP കണക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു HTTP എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ TCP connection use ചെയ്യാൻ പറ്റും in the case of non-persistent. So HTTP is the right answer. Okay. അതുപോലെ തന്നെ FTPയും ആ ഒരു കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. FTP എന്ന് പറയുന്നതും നമ്മളുടെ FTP റൺ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൽ TCP പ്രോട്ടോകോൾ വർക്ക് ചെയ്യുമ്പോഴാണ് FTP റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആപ്ലിക്കേഷൻ ലെയറിലെ ഒരു പ്രോട്ടോകോൾ ആണ് ഈ പറയുന്ന HTTPയും FTPയും. പക്ഷേ ആപ്ലിക്കേഷൻ ലെയറിലെ ഈ പ്രോട്ടോകോൾ റൺ ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് താഴെ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ടാകും അല്ലെ? ട്രാൻസ്പോർട്ട് ലെയറിൽ അവിടെ വർക്ക് ചെയ്യുന്നത് TCP പ്രോട്ടോകോൾ ആയിരിക്കും. സോ TCPയുടെ കേസിലും ഈ FTP എന്ന് പറയുന്നത് 2 പോർട്ട് നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പോർട്ട് നമ്പർ 20 and 21. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫയൽ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്നതല്ലേ FTP കണക്ഷൻ? അതെ, FTP പ്രോട്ടോകോൾ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് FTP പ്രോട്ടോകോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. കൺസിഡർ ഡിഫറെന്റ് ആക്ടിവിറ്റി റിലേറ്റഡ് ടു ഇമെയിൽ. സെൻഡ് ആൻ ഇമെയിൽ ഫ്രം മെയിൽ ക്ലയന്റ് ടു മെയിൽ സെർവർ. M2. Download email from mailbox server to mail client. M3. Checking email in a web browser. Which is the application level protocol used in each activity? Answer comment ചെയ്തോളൂ. The right answer. ശ്രദ്ധിക്കുക, M1 എന്താണ് പറയുന്നത്? Sending email from mail client. And we have mail server. Here again we have a mail client. So suppose we have 2 mail client 1 and mail client 2. And we have to send a mail between client 1 and client 2. In order to that perform, we have to send the mail to the mail server. So in order to send a mail from mail client to mail server, we are using SMTP protocol. SMTP protocol which is used to send a mail from mail client to mail server. Then mail server il ninnu we can download the mail to the mail client 2 അല്ലെ? മെയിൽ ക്ലയന്റ് 2 നമുക്ക് മെയിൽ ഡൗൺലോഡ് ചെയ്യാം. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് POP3 and IMAP protocol. ഓക്കെ, നമുക്ക് ഈ മെയിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൽ വ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കണം. നമ്മളുടെ മെയിൽ മെയിൽ ക്ലയന്റ് 2 നമ്മൾ എന്ത് ചെയ്യണം? വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് Gmail എടുത്ത് നോക്കിയാലാണ് നമുക്ക് ആ മെയിൽ കാണുന്നത്. സോ Gmail എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to perform an HTTP request. We have to perform an HTTP request to the മെയിൽ സെർവറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു HTTP റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. സോ ആ ലിങ്ക് നോക്കുമ്പോൾ POP3
ആണ് നമുക്ക് ഇവിടെ റൈറ്റ്. IMAP ഇവിടെ നമുക്ക് ആ കറക്റ്റ് ഓർഡറിൽ വന്നിട്ടില്ല അല്ലെ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ എക്സ്പ്ലനേഷൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഇനി നമുക്ക് പോവാം. Question number 8. Which one of the following uses UDP as the transport protocol? എവിടെയാണ് ഇതൊക്കെ നമ്മൾ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ABCD എന്ന് പറഞ്ഞ 4 പ്രോട്ടോകോളും ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളുകളാണ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ലെയറിൽ വർക്ക് ചെയ്യുന്ന ഈ പ്രോട്ടോകോളുകൾ വർക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ UDP യൂസ് ചെയ്യുന്നത് ഏത് പ്രോട്ടോകോളിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ മനസ്സിലാക്കുക, HTTP telnet using TCP as the transport layer protocol. Again, SMTP also use TCP as the transport layer protocol. But here we are using UDP as the transport layer protocol. Okay, ഇനി നമുക്കറിയാം ട്രാൻസ്പോർട്ട് ലെയറിൽ 3 പ്രോട്ടോകോൾ ആണ് ബേസിക്കലി നമ്മൾ പഠിക്കാറ്. ഏതൊക്കെയാണ്? TCP, UDP, SCTP. SCTPയുടെ ഫുൾ ഫോം ആണ് സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ, SCTP. Then TCP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ. UDP ഈസ് എ കണക്ഷൻലെസ് പ്രോട്ടോകോൾ. അപ്പൊ ഈ ഡൊമൈൻ നെയിം സെർവർ വർക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളൊരു ഡൊമൈൻ നെയിം കൊടുക്കുന്നു, ദെൻ ഡൊമൈൻ നെയിം സെർവറിലോട്ട് റിക്വസ്റ്റ് പോകുന്നു. അപ്പൊ ഡൊമൈൻ നെയിം സെർവറിലോട്ട് ഈ റിക്വസ്റ്റ് പോകുമ്പോൾ അത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടൊന്നും അല്ല റിക്വസ്റ്റ് അങ്ങോട്ട് പോകുന്നത്. അതായത് ഡൊമൈൻ നെയിം സെർവർ നമ്മുടെ നെറ്റ്വർക്കിന്റെ അവിടെ എവിടെയോ ഉണ്ടാകും. അവിടോട്ട് ഒരു UDP പാക്കറ്റ് ആയിട്ടാണ് ഒരു UDP റിക്വസ്റ്റ് ആണ് പോകുന്നത്. സോ ഡിഫറെന്റ് പാത്തുകളിലൂടെ ആയിരിക്കും ആ റിക്വസ്റ്റ് ആ ഡൊമൈൻ നെയിം സെർവറിലോട്ട് എത്തുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് TCP നമ്മൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? വി ഹാവ് ടു ക്രിയേറ്റ് എ കണക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്രിയേറ്റ് ദ കണക്ഷൻ. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സെൻഡ് ദ ഡേറ്റ അല്ലെ. നമുക്ക് അതിനുശേഷമേ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ DNSന്റെ കേസിൽ നമ്മൾ ഏത് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ലെയറിൽ UDP പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്.